ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് നിമിഷ. എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചനാ മസാല കുക്കറിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചനാ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം വെള്ളക്കടല 8-9 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് 4 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മളിത് എന്തായാലും പേസ്റ്റ് ആക്കണതാണ്. ഇനി ഇതിലേക്ക് 10-12 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ ജിഞ്ചർ ഗാർലിക് ഒണിയൻ പേസ്റ്റ് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ ജിഞ്ചർ ഗാർലിക് ഒണിയൻ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നമുക്ക് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ പേസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഒണിയൻ പേസ്റ്റും ടൊമാറ്റോ പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുക്കാം. പ്രഷർ കുക്കറിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഒണിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ചന മസാല തയ്യാറാക്കുമ്പോൾ കുറച്ച് അധികം ഓയിൽ ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് ഈ ഓണിയൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലായിരുന്നു. ഇനി നമുക്കിത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും ഇതിന്. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യുമിൻ പൗഡർ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ആംചൂർ പൗഡറാണ്. ഇത് മാങ്ങ ഉണക്കി പൊടിച്ചതാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റിന് പകരം ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഞാൻ എൻ്റെ ചിക്കൻ പിസയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ നോക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്ത്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കണം 250 ഗ്രാം കടല ചേർത്ത് കൊടുക്കാം.
ഞാനിതിലേക്ക് വേവിച്ച കടലയല്ല ചേർക്കണത്, സോക്ക് ചെയ്ത് വെച്ച കടലയാണ്. ഈ കടല ഞാൻ മസാലയിൽ ഇട്ടതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യണത് 1.5 കപ്പ് ചൂടുവെള്ളമാണ്. ഇതിൻ്റെ ഗ്രേവി കണ്ടില്ലേ, ഇപ്പം തന്നെ അത്യാവശ്യം തിക്കാണ്. ഇനി ഇത് കുക്കായിട്ട് വരുമ്പോൾ ഒന്നും കൂടി ഗ്രേവി തിക്കായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. മൊത്തം ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 5-6 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. 5 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഇത് 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രഷറെല്ലാം മുഴുവൻ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കാണ്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ല തിക്കായി മാറും. കണ്ടില്ലേ, കടല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിനി ചനയൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണ്. എല്ലാ പീസസും അല്ല, കുറച്ച് ഭാഗം മാത്രം. ഇങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തി ഇതുപോലെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഓൾറെഡി അംചൂർ പൗഡർ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഭട്ടൂരയുടെ കൂടിയും പൂരിയുടെ കൂടിയും നാൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും എന്തിന് ചോറിൻ്റെ കൂടെ വരെ നല്ല കോമ്പിനേഷനാണ്. വളരെ ഈസി അല്ലേ ഈ ചന മസാല തയ്യാറാക്കാൻ? ബാച്ചിലേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. ഒരുപാട് ബാച്ചിലേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയുണ്ട്. ഈ ചന മസാലയ്ക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ചന മസാലയുടെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് പ്രഷർ കുക്കറിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയൊരു കറിയാണ്. അപ്പം നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇതുവരെ നിംഷാസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ.